ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം മാറ്റമില്ലാത്ത തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളേവരുടെയും മുമ്പാകെ ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അനുവദിച്ചു തന്നതായ സർവ്വ നന്മകൾക്കുമായി ദൈവത്തിന് നന്ദി കരയേറ്റുക. ഈ വിശുദ്ധ പകലിൽ തിരുവചനം ശ്രവിക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ഏവരും സന്തോഷത്തോടുകൂടെ തന്നെ ആയിരിക്കുന്നുവെന്ന് കർത്താവിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഇന്ന് പകൽക്കാലം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നതായ ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്പ്പാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം 6 അധ്യായങ്ങളുള്ളതായ ഈ ലേഖനത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടായി അരുൾ ചെയ്യുന്നതായ ക്രിസ്തുയേശുവിൽ ആത്മീക അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ ലഭിച്ചതായ ദൈവമക്കളോടുള്ളതായ ചില അരുളപ്പാടുകളെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം എപ്രകാരം നാം ജീവിക്കണം, നാം മുന്നേറണം എന്നുള്ളതായ ചില പ്രബോധനങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ അവയെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ടേക്ക് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവചന കേൾവി നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു ചൈതന്യമായി തീരട്ടെ. വചനം നാം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനുവർത്തിക്കുകയും അത് ചെയ്യുന്നവരുമായി തീരുവാൻ തക്കവണ്ണം കൃപ നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുക. 6 അധ്യായങ്ങളുള്ളതായ ഈ തിരുവചന വേദഭാഗത്തെ 2ആയി നാം പഠിക്കുമ്പോൾ 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന വേദഭാഗം ക്രിസ്തുയേശുവിൽ വിശ്വാസികളായി തീരുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചതായ ദൈവമക്കൾക്കുള്ള ആത്മീക അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 4 മുതൽ 6 വരെയുള്ളതായ അധ്യായം പഠിക്കുമ്പോൾ ഈ കൃപ ലഭിച്ചതായ ദൈവമക്കൾ അല്ലെങ്കിൽ ആത്മീക അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കൾ അവരുടെ ജീവിത രീതി, അവരുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് തുടർന്നുള്ളതായ 4 മുതൽ 6 വരെയുള്ളതായ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന, തിരുവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ വൈതലായി തീരുവാൻ, അവൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം, അവൻ്റെ ആത്മീക അനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു രാജകീയ പുരോഹിത വർഗമായി തീരുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരായ ദൈവമക്കളായ നാം ഏവരും നമ്മുടെ വിശ്വാസ ജീവിതം ക്രിസ്തുവിലും അവൻ്റെ വചനത്തിലും അവൻ്റെ കൽപ്പനകളിലും അടിസ്ഥാനമുള്ളതായി മുന്നേറുവാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുത്തവരായിരിക്കണം. പ്രൈസ് ഗോഡ്. 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 1 മുതൽ 14 വരെയുള്ളതായ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത്. എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ ഏറെ ചിന്തിപ്പിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ഒരു വാക്ക് എൻ്റെ 1-ാം വാക്യം തന്നെയാണ്. പൗലോസോട് പറയുക, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, ദൈവ ഇഷ്ടത്താൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ തനിക്ക് കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ സ്നേഹം തനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം തനിക്ക് കൃപ ലഭിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസോട് പറയുക, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി തീരുവാൻ തക്കവണ്ണം, അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം മെസ്സഞ്ചർ, ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവശബ്ദം കേട്ട് അവൻ്റെ അരുളപ്പാടുകളെ അറിയിക്കുന്നവൻ, മെസ്സഞ്ചർ.
തൂതുവാഹകൻ. പ്രൈസ് ഗോഡ്. ദൈവിക അരുളപ്പാടുകളെ പ്രാപിച്ച് ദൈവിക അരുളപ്പാടുകളെ അറിയിക്കുന്നവൻ. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യർ പഠിക്കുമ്പോൾ ഒരു അപ്പോസ്തോലൻ സകല സഹിഷ്ണുതയിലും അവൻ സഹിഷ്ണുതയും അനുഭവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിക്കുന്നവനായിരിക്കണമെന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ സകല സഹിഷ്ണുതയും അനുഭവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തവനായ പൗലോസ് ഇവിടെ പറയുക, ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? വിശുദ്ധന്മാർക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. വിശുദ്ധന്മാർ. ആരാണ് വിശുദ്ധന്മാർ? സാമാന്യമായ സകലവിധ കാര്യങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവത്തിങ്കിലേക്ക് ചേരുവാൻ തക്കവണ്ണം പൂർണ്ണമായി സമർപ്പിച്ചവൻ, ഏൽപ്പിച്ചു കൊടുത്തവൻ, അവനാണ് വിശുദ്ധൻ. പൗലോസ് തൻ്റെ സകല കാര്യങ്ങളും താൻ കളഞ്ഞു, ഉപേക്ഷിച്ചു. ക്രിസ്തുവിനെ പ്രതി തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല നന്മകളെയും താൻ ഛേദമെന്ന് എണ്ണി അത് ചപ്പും ചവറുമായി താൻ സ്തോത്രം ഹല്ലേലൂയ ചിന്തിച്ചു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിപ്പാനുള്ള ഒരു സമർപ്പണത്തോടുകൂടി താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. സമാനമായ എല്ലാറ്റിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ടവനാണ് വിശുദ്ധൻ. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മായിരുന്നതായ ആ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം കൃപയാൽ നമ്മയും അവൻ തിരഞ്ഞെടുക്കുവാൻ, ആ ബന്ധനങ്ങളിൽ നിന്ന്, ആ കെട്ടുകളിൽ നിന്ന് നമ്മെ വിടുവിച്ച് അവൻ്റെ സ്നേഹം അനുഭവിപ്പാൻ തക്കവണ്ണം, അവൻ്റെ വിശുദ്ധിയിൽ നിറഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെയും അവൻ തിരഞ്ഞെടുത്തു. ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അന്ത്യത്തോളം കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നാം ഏവരും കടപ്പെട്ടവരാം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്കുള്ള എഴുതും. അപ്പോൾ ഒരു വിശുദ്ധൻ, ആ വിശുദ്ധന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആരായിരിക്കും? അവൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ഗോഡ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവൻ ഏതെല്ലാം രീതികളിൽ അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വാസത്തിൽ അവൻ വിശ്വസ്തനായിരിക്കും. അവൻ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വിശ്വസ്തനായിരിക്കും. പ്രൈസ് ഗോഡ്. സ്നേഹത്തിൽ, ഐക്യതയിൽ അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഒരു വിശുദ്ധന്റെ പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ വിശ്വാസത്തിൽ അവൻ വിശ്വസ്തനായിരിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം, ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ വിശ്വാസം അത് എപ്രകാരം ഉറപ്പുള്ളതായിരിക്കുന്നു എന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് പകൽക്കാലം കഴിയണം. അത് കാറ്റടിക്കുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്ന, അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകുന്ന, ആകുലപ്പെട്ടു പോകുന്ന, ചിന്താകുലരായിത്തീരുന്നതായ അവസ്ഥ നമുക്കുണ്ടോ? അതോ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു എന്നുള്ളതായ ധൈര്യത്തോടെ, ഉറപ്പോടുകൂടി അന്ത്യത്തോളം എന്നെ കാത്തു പരിപാലിപ്പാൻ അവൻ എന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ ആത്മധൈര്യത്തിന്റെ ഉടമകളാകുന്നുവോ നാം എന്നൊന്ന് പരിശോധിപ്പാൻ തക്കവണ്ണമെന്ന് പകൽക്കാലമടി ആയിത്തീരണം. നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് ആരിലാകുന്നു? ഈ ലോകത്തിലുള്ള മറ്റു വ്യക്തികൾ പറയുന്ന വാക്കിലിന്റെ ഉറപ്പിലാണോ നാം നിൽക്കുന്നത്? അതോ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ്
നമ്മോട് അരുൾ ചെയ്തതായ, നമുക്ക് പകർന്നു തന്നതായ നിറവിൻ്റെ ഉറപ്പിലാകുന്നുവോ നാം ജീവിക്കുന്നത് എന്ന് പരിശോധിപ്പാൻ നമുക്കിന്ന് പകൽക്കാലം കഴിയണം. കാറ്റ് അടിച്ചു ഉലയുന്നതായ തിരമാലകൾക്ക് സമനായി തീരാതെ, പ്രൈസ് ഗോഡ്, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട നങ്കൂരമിട്ടതായ ഒരു പടകായിരിക്കണം നമ്മുടേത്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നു, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവവചനത്തോടുള്ളതായ ആ വലിയ താല്പര്യം, അല്ലെങ്കിൽ ദൈവവചനം അതെന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ നിറവിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാനുള്ളതായ കൃപ പ്രാപിച്ചവരായിരിക്കണം ദൈവമക്കൾ. ഐക്യത, സമാധാന ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ, ഏത് മേഖലകളിലായിരുന്നാലും ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുഭവം, ക്രിസ്തുവിൽ ഉള്ളതായ ആ ജീവിതം വെളിപ്പെടുത്തുന്നവരായിരിക്കണം ദൈവമക്കൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ വ്യക്തമായി വചനം പറയുന്നുണ്ട്, ആരാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശ്വസ്തൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താ? വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവനായിരിക്കണം. യൂദായുടെ ലേഖനം ഒന്ന് പഠിച്ചാൽ അവിടെ കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നവനാണ് വിശ്വസ്തൻ. ദൈവത്തിൻ്റെ കൃപയെ അവൻ മറ്റു കാര്യങ്ങൾക്ക്, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യരെ പോലെ ആയിരിക്കുന്നവർ ആകുകയില്ല. ആര്? വിശുദ്ധൻ. പ്രൈസ് ഗോഡ്. ദൈവം അനുഭവിച്ചതായ ദൈവകൃപയെ ദുഷിക്കുന്നവനായിരിക്കത്തില്ല വിശ്വസ്തനായ ഒരുവൻ, വിശുദ്ധനായ ഒരുവൻ. പ്രൈസ് ഗോഡ്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാത്തവൻ, മറ്റുള്ളവർ വിധിക്കാത്തവനായിരിക്കും. പ്രൈസ് ഗോഡ്. വേററ്റുപോയ വൃക്ഷങ്ങൾക്ക് സമമായ ഒരുവനായിരിക്കത്തില്ല. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം, ആത്മീക അർത്ഥം, വചനത്തെ ദീനവും ഉൾക്കൊള്ളുന്നവനായിരിക്കും. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളെ പോലെ ആയിരിക്കത്തില്ല വിശ്വസ്തൻ, വിശുദ്ധൻ. ഭിന്നത ഉണ്ടാക്കുന്നവനായിരിക്കത്തില്ല, പ്രാകൃതനായിരിക്കത്തില്ല, ആത്മാവില്ലാത്തവരെ പോലെ ജീവിക്കുന്നവനായിരിക്കത്തില്ല. അവന് എപ്രകാരമുള്ളവനായിരിക്കും? 20-ാം വാക്യം, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഓരോ ദിവസവും ആത്മീക വർധനവ് വരുത്തുന്നവനായിരിക്കും വിശുദ്ധൻ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. നിത്യജീവനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നവനായിരിക്കും. ദൈവസ്നേഹത്തിൽ തന്നെ കാത്തുകൊള്ളുന്നവനായിരിക്കും. കരുണ ചെയ്യുന്നവനായിരിക്കും. തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുന്നവനായിരിക്കും. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുന്നവനായിരിക്കും. വീഴാതെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നവനായിരിക്കും. മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവനായിരിക്കും. ആമേൻ, സ്തോത്രം. ഒരു വിശുദ്ധന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസോട് പറയുക, ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായ പൗലോസോട് പറയുന്നു, വിശുദ്ധന്മാരായ ദൈവമക്കൾ, ആത്മീക അനുഗ്രഹം പ്രാപിച്ചവർ, നിങ്ങൾ സകലത്തിലും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവന് എപ്പോഴും സ്തുതി കരേറ്റുന്നവരായിരിക്കണം. സകല ആത്മീക അനുഗ്രഹത്താലും
ദൈവമക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹം പ്രാപിച്ചവരായ ദൈവമക്കൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരായിരിക്കണം. അവനെ അനുസരിക്കുന്നവരായിരിക്കണം. അവൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. അവൻ്റെ തിരുമുഖം അന്വേഷിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സകലത്തിലും അവൻ്റെ നിറവിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നല്ല പറഞ്ഞത്, നമ്മെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആ അനുഗ്രഹം അനുഭവിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ എവിടെയോ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരാജയത്തെ നാം പൂർണ്ണമായി എവിടെയാണോ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃപയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ബുദ്ധി ഉപദേശിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. അനുഗ്രഹിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലുള്ളതായ ആളുകൾ അനുഗ്രഹം തേടി പലതിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രൈസ് ഗോഡ്. അനുഗ്രഹം തേടി നാം ഓടേണ്ടതായ ആവശ്യമില്ല. നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി അവൻ നമ്മുടെ അരികത്തുണ്ട്. നമ്മെ തേടി വന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം അവനെ തേടിപ്പോയതല്ല, അവൻ നമ്മെ തേടി വന്ന ഇടയനെ വിട്ട് ഓടിയതായ ആടുകളായിരുന്നു നാം. ആ നല്ല ഇടയനായ ക്രിസ്തു നമ്മുടെ അരികത്തേക്ക് അവൻ കടന്നു വന്ന് നമ്മെ തേടി വന്നു. ഭാവികളായിരുന്ന നമ്മെ തേടി അവൻ്റെ സ്നേഹം നമ്മിലേക്ക് വന്നപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തെ നമ്മിലേക്ക്, ആ സ്നേഹം അവൻ നമ്മിലേക്ക് നിറഞ്ഞ് പകർന്ന് ഒഴുകി തന്നപ്പോൾ ആ സ്നേഹത്തെ വിട്ട് ഓടി ജീവിക്കുന്ന ഒരു ജീവിതമല്ല നാം ഇനി നയിക്കേണ്ടത്. ആ സ്നേഹത്തെ അനുഭവിച്ച് ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടുള്ളതായ ഒരു ആത്മീക ജീവിതം നയിച്ച് നമ്മുടെ ഓട്ടം ഓടി തികപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ദൈവം ക്രിസ്തുവിലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. നാം ക്രിസ്തുവിലാകുന്നത് കൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നാം ക്രിസ്തുവിലല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് ലഭിക്കത്തില്ല. ക്രിസ്തുവിലാകുക എന്നാൽ നാം ക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വിശ്വാസത്തിലൂടെ അവനുമായി ഐക്യപ്പെട്ട് അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നമ്മുടെ ജീവിതത്തെ നാം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പകൽക്കാലം നാം പൂർണ്ണമായി ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ നാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. അതോ നാം കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിക്കുകയാണോ ചെയ്യുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു പകൽക്കാലം. പ്രൈസ് ഗോഡ്. നാം വിശ്വാസത്തിൻ്റെ കൈകൾ നീട്ടി അനുഗ്രഹത്തെ നാം മേടിക്കണം. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ നാം ആത്മീക അനുഗ്രഹത്തെ നാം പ്രാപിക്കുന്നവരായിരിക്കണം. ഈ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മീക അനുഗ്രഹം ഏതെല്ലാമാണ് നമ്മൾ ചിന്തിച്ചാൽ, വാക്യം 4, 1 നമ്മെ ദത്തെടുത്തു. പ്രൈസ് ഗോഡ്. 2 അവൻ്റെ കൃപ നമുക്ക് സൗജന്യമായി നൽകി. 3 കൃപയിലൂടെ വീണ്ടെടുപ്പും പാപമോചനവും ലഭിച്ചു. 4 തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. സുവിശേഷം എന്ന സത്യവചനം നമ്മൾ കേൾപ്പാൻ തക്കൊണ്ട് നമുക്ക് കൃപ ലഭിച്ചു. പരിശുദ്ധ ആത്മാവിൽ നമ്മെ മുദ്രയിടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ ദൈവത്തെ ഇത്രമാത്രം നമ്മെ ആത്മീകമായി ഓരോ ദിവസവും തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, തൻ്റെ ഇഷ്ടം നമ്മോട് അറിയിക്കുന്ന ഇത്ര നല്ല സ്നേഹിതനായ, ഇത്ര നല്ല
വിശ്വസ്തനായ ആ നല്ല പിതാവിനെ നാം ലജ്ജിപ്പിച്ചാൽ, അവന് നാം അപമാനം ഉളവാക്കിയാൽ എത്രമാത്രം ലജ്ജാപകരമാകുന്നു നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ശാരീരിക പിതാവ് ഒരിക്കലും തങ്ങളുടെ ഇഷ്ടം പൂർണ്ണമായി ഒരു മകനോട് അറിയിക്കുമോ? അറിയിക്കത്തില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം വ്യക്തമായി, തൻ്റെ ഇഷ്ടം, തൻ്റെ ആഗ്രഹത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തി തരുന്ന ഏക പിതാവ്. പ്രൈസ് ഗോഡ്. ആ സ്നേഹത്തെ നാം രുചിച്ചറിഞ്ഞ് അവൻ്റെ വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായി ജീവിക്കാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ, വിശ്വസ്തരായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുൻപേ എന്നെയും നിങ്ങളെയും കാണുവാൻ തക്കവണ്ണം, സ്നേഹിപ്പാൻ തക്കവണ്ണം, തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം അവന് നമ്മോട് കൃപ തോന്നി. ഹല്ലേലൂയ. അവൻ്റെ മാസ്റ്റർ പ്ലാനും നോക്കി, പ്രൈസ് ഗോഡ്, നമ്മോടുള്ളതായ അവൻ്റെ സ്നേഹം, അവൻ്റെ വിശ്വസ്തത, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. സകല മനുഷ്യരും വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരായി ജീവിപ്പാൻ തക്കവണ്ണമുള്ള കൃപയ്ക്കായി, വിശ്വസ്തരായി ജീവിപ്പാൻ തക്കമുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ഏവരും ദൈവത്തിൻ്റെ പുത്രന്മാരും ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ പുത്രിമാരും മക്കളുമാണെന്നുള്ളതായ ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ആമേൻ. നാം കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവൻ്റെ സ്നേഹത്തെ, നഷ്ടപ്പെട്ടു പോയതായ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരാണ്. ആ കൃപ ലഭിച്ചവരായ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി, ക്രിസ്തുവിൽ പൂർണ്ണമായി അടിസ്ഥാനമുള്ളതായി ജീവിപ്പാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവരായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ക്രിസ്തുവിനു വേണ്ടി കൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി പൂർണ്ണമായി താൻ സമർപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ പൗലോസ് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി ക്രിസ്തുവിനെ ധരിപ്പാൻ തക്കവണ്ണം താൻ ആഗ്രഹിച്ചു. അതിൽ താൻ വിജയം കൈവരിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ താൻ അനുഭവിക്കേണ്ടതായി വന്നു. പട്ടിണിയിൽ കൂടി, ദാരിദ്ര്യത്തിൽ കൂടി, കഷ്ടതകളിൽ കൂടി, അപമാനങ്ങളിൽ കൂടി, ചാട്ടവാറടികളിൽ കൂടി, കപ്പൽ ഛേദങ്ങളിൽ കൂടി, അങ്ങനെ പലവിധ പ്രതിസന്ധികളിൽ കൂടി താൻ തൻ്റെ ജീവിതം കടന്നുപോയെങ്കിലും അവരുടെ നടുവിൽ തന്നെ ബലത്തോടെ നിർത്തുന്ന ആ ദൈവ സ്നേഹത്തെ, ആ ദൈവിക സംസർഗത്തെ താൻ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ താൻ ഒരിക്കലും പിറുപിറുക്കുകയോ താൻ ഒരിക്കലും പരാജിതനായി പോവുകയോ താൻ ചെയ്തിട്ടില്ല. പ്രൈസ് ഗോഡ്. താൻ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശയുള്ളവനായിരുന്നു, ഉറപ്പുള്ളവനായിരുന്നു, ധൈര്യമുള്ളവനായിരുന്നു. തൻ്റെ തൻ്റെ ജീവിതം വിശുദ്ധമായിരുന്നു, വിശ്വസ്തമായിരുന്നു. പകൽക്കാലം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, കൃപയാൽ അവൻ്റെ പൈതലായി തീരുവാൻ തക്കവണ്ണം, അവൻ്റെ മകനായി തീരുവാൻ, അവൻ്റെ മകളായി തീരുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചതായ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, ഈ ആത്മീക അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ ലഭിച്ച ഞാൻ ദൈവസന്നിധിയിൽ വിശുദ്ധനാണോ? ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ?
അവൻ എന്നോട് അരുൾ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ടോ? എൻ്റെ സ്നേഹത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ വചനധ്യാനത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ സംസാരത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ നടപ്പിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ നോട്ടത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ സഭാ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ മക്കളുടെ ഇടയിൽ ഞാൻ വിശ്വസ്തനാണോ? പ്രൈസ് ഗോഡ്. നാം സകലത്തിലും വിശ്വസ്തരായിരിക്കണം. ദൈവാത്മാവ് അത് നമ്മിൽ കൂടി ആഗ്രഹിക്കുന്നു. അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം, വിശ്വസ്തമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം, മാതൃകയുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്റെ മക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവ് സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണം കർത്താവേ. കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ മഹാസ്നേഹത്തിനായി നമുക്കെല്ലാം നന്ദി പറയുന്നു കർത്താവ്. വിശ്വസ്തരായി നല്ല ഓട്ടം തികപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഏവരെയും സഹായിക്കണം. വചനം കേട്ട പ്രിയപ്പെട്ടവരെയെല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. നന്ദി. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.